നമസ്കാരം. ഭീകരവാദികളെ പിന്തുണയ്ക്കാൻ പോയി കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചുപോയി നിലംപതിച്ചിരിക്കുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ. ആ നിലംപൊത്തലാണ് ഇപ്പോൾ വിലായത്ത് ബുദ്ധയുടെ പരാജയത്തിലൂടെ വെളിച്ചത്ത് വന്നിരിക്കുന്നത്. തൻ്റെ ജീവിത കാലഘട്ടത്തിൽ ദേശീയതയോടൊപ്പം നിന്ന സുകുമാരൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമായി ദേശവിരുദ്ധ ക്യാമ്പിലെത്തി അവർക്കൊപ്പം സഞ്ചരിക്കാനാണ് പൃഥ്വിരാജ് സുകുമാരൻ ശ്രമിച്ചത്. ഭീകരവാദികളുടെയും അവരുടെ പ്രവർത്തനങ്ങളുടെയും പിന്തുണയ്ക്കുന്ന പല സിനിമകളും ഒളിഞ്ഞും തെളിഞ്ഞും ന്യായീകരിക്കുവാൻ പൃഥ്വിരാജ് സുകുമാരൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അൻവർ എന്ന ചിത്രത്തിലെ പ്രമേയം നമുക്ക് മനസ്സിലാക്കിയെടുത്താൽ അത് ഭീകരവാദികളെ എത്രത്തോളം വെള്ളപൂശാനാണ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കും. കാരണം ഈ ദേശരാഷ്ട്രം ഒരിക്കലും ഒരു മതത്തിൻ്റെ അനുയായികളെയും ഭീകരവാദി എന്ന് വിളിച്ചിട്ടില്ല. ഭീകരവാദം നടത്തുന്നവരെ മാത്രമേ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് ഈ നാടിൻ്റെ ചരിത്രം പഠിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്നതാണ്. പൃഥ്വിരാജ് സുകുമാരൻ മനസ്സിലായില്ലെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയുടെയും കാഴ്ചപ്പാടിൻ്റെയും പ്രശ്നമാണ്, അല്ല നിങ്ങൾക്ക് പണത്തോടുള്ള ആർത്തിയുടെ പ്രശ്നമാണ് എന്ന് പറയേണ്ടി വരും. ഭീകരവാദികളെ തീർത്തും ന്യായീകരിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം സിനിമകളുടെ ഭാഗമായി പൃഥ്വിരാജ് സുകുമാരൻ മാറുന്നത് യാദർച്ഛികമായിട്ടല്ല. ഏകദേശം സമീപകാലം വരെയും ഏറെ പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്നു പൃഥ്വിരാജിൻ്റെ സിനിമകൾക്ക്. പൊടുന്നനെ ആ പിന്തുണകളെല്ലാം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? ഒന്ന് തിരിഞ്ഞു നോക്കണം പൃഥ്വിരാജ് സുകുമാരൻ, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകൂ. രാജ്യവിരുദ്ധ പ്രത്യയശാസ്ത്രങ്ങളെ പിൻപറ്റി നിൽക്കുന്ന ഭീകര സംഘടനയുടെ അനുഭാവിക്ക് ലഭിക്കുന്ന പരിഗണന മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ. ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന് പൃഥ്വിരാജ് സുകുമാരന് ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അവർ തിരിച്ചടിക്കും. പൃഥ്വിരാജ് സുകുമാരന് പലിശയും പലിശയുടെ പലിശയും ചേർത്ത് നിങ്ങൾക്ക് തരും. കാരണം നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിലനിൽക്കുന്നത് രാജ്യത്തിനെതിരെയാണ്. അത് സ്വാഭാവികമായും നിങ്ങൾക്ക് ബോക്സ് ഓഫീസിൽ കാണിച്ചു തരിക തന്നെ ചെയ്യും. പൃഥ്വിരാജിൻ്റെ കുറേയധികം നാളുകളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ദേശീയവാദികൾക്കിടയിൽ വലിയ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. രാഷ്ട്രീയമായി ഒരു കലാകാരന് പ്രവർത്തിക്കരുത് എന്ന് ആരും പറയുന്നില്ല. പക്ഷേ ദേശീയവാദ സംഘടനകളെ ഇമ്മേൽ താറടിച്ച് കാണിക്കരുതെന്ന് എല്ലാ ദേശീയവാദികളും ഒരിക്കലെങ്കിലും ആഗ്രഹിക്കും. അവർ നിങ്ങളെ ചോദ്യം ചെയ്യും. ഇത്തരത്തിൽ ദേശീയവാദ പ്രത്യയശാസ്ത്രങ്ങളെ എതിർക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ എതിർക്കരുത് എന്നല്ല, അവരുടെ തെറ്റുകളെ നിങ്ങൾക്ക് എതിർക്കാം, ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയങ്ങളെ നിങ്ങൾക്ക് എതിർക്കാം. പക്ഷേ ഈ നാടിൻ്റെ ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന, ഈ നാടിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ഈ നാടിൻ്റെ സാംസ്കാരികതയെ, തനിമയെ നിങ്ങൾ എതിർത്താൽ അത് അംഗീകരിക്കുവാൻ ഈ രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് ആകില്ല മിസ്റ്റർ പൃഥ്വിരാജ് സുകുമാരൻ. പക്ഷേ നിലനിൽക്കുന്ന രാജ്യത്തിൻ്റെയും അതിൻ്റെ ജനതയെയും എതിർക്കുന്നവരെ, അവരെ കൊന്നൊടുക്കുന്നവരെ, കൊല്ലാൻ ആഗ്രഹിക്കുന്നവരെ, അത്തരം മനുഷ്യർക്ക് പിന്തുണയും ഏകിക്കൊണ്ടാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഭീകരവാദി സംഘടനകൾക്ക് വഴിപ്പെടുന്നത് നിങ്ങൾ ആദ്യമായിട്ടല്ല, പല കുറി അത് നിങ്ങൾ ആവർത്തിച്ചു. അത് നിങ്ങൾ ജനഗണമനയിലൂടെയും എമ്പുരാനിലൂടെയും അങ്ങനെ നിരവധി സിനിമകളിലൂടെ നിങ്ങൾ അത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം, ഏറ്റവും വലിയ തെറ്റ്. അടുത്ത കാലത്തുള്ള നിങ്ങളുടെ സിനിമകൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്കത് ബോധ്യമാകും. ജനഗണമനയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ഗ്യാങ്ങിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയെ മുറിച്ചു മാറ്റണം, ഇന്ത്യയെ പല കഷ്ണങ്ങളായി മാറ്റണം എന്ന് പറയുന്ന ഭീകരവാദികൾക്ക് പിന്തുണ കൊടുക്കുന്ന സിനിമ. ഇനി കുരുതിയിലേക്ക് വന്നാലോ? കുരുതി എന്നത് ഒരു പ്രത്യേക ജനവിഭാഗത്തെ പൂർണ്ണമായും വില്ലന്മാരാക്കി മാറ്റിക്കൊണ്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള സിനിമയാണ്. അത്തരം സിനിമകൾ മട്ടാഞ്ചേരി മാഫിയയിൽ നിന്ന് വരുന്നു. ആ സിനിമകളുടെ ഒക്കെ ഭാഗമായി പൃഥ്വിരാജ് സുകുമാരൻ മാറുന്നു. അവർക്കൊരു പൊതുശത്രുവുണ്ട്, മലയാളത്തിൻ്റെ എക്കാലത്തെയും മികച്ച മഹാനടൻ മോഹൻലാൽ. എന്നാൽ അവർ ഇസ്ലാം നാമധാരികളായിട്ടുള്ള നടന്മാരെ യാതൊരു രീതിയിലും ആക്രമിക്കില്ല, അവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യും. ഈ രീതിയിൽ പോകുന്നു സിനിമയെയും സിനിമയുടെ കലാകാരന്മാർക്കും നേരെയുള്ള മട്ടാഞ്ചേരി മാഫിയയുടെ ശ്രമമാവുമ്പോൾ ആ ശ്രമത്തിനോടൊപ്പം നിൽക്കുവാനാണ് പൃഥ്വിരാജ് സുകുമാരൻ ആഗ്രഹിച്ചതും ആ രീതിയിലാണ് നടക്കുന്നതും. ഇനി എന്തിനാണ് നിങ്ങൾ ഗോദ്ര കലാപത്തിനോടനുബന്ധിച്ച് നടന്ന വിഷയങ്ങളെ ഇമ്മേൽ വളച്ചൊടിച്ചിരിക്കുന്നത്? ഏത് സിനിമയിലാണെന്ന് നിങ്ങൾക്ക് മറന്നുപോയിട്ടില്ലല്ലോ, എമ്പുരാനിൽ.
അവിടെ നടന്ന യാഥാർത്ഥ്യത്തിനോട് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ നിങ്ങൾ സ്ക്രീനിൽ കാണിച്ച സീനുകൾക്ക്? ഇമെയിൽ തെറ്റിദ്ധരിപ്പിച്ച സിനിമ ഞാൻ ആദ്യമായിട്ടാണ് സ്ക്രീനിൽ കാണുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ ഇത്തരം സിനിമകൾ എടുത്തുകൊണ്ട് ആരുടെ പണം നേടാനാണ് ആഗ്രഹിക്കുന്നത്? ഒരാൾക്ക് എത്ര പണം കിട്ടിയാലാണ് സന്തോഷമാകുക? അടുത്തിടെയായി നിങ്ങൾ നിർമ്മിച്ച അല്ലെങ്കിൽ സംവിധാനം ചെയ്ത സിനിമയുടെ ഭാഗങ്ങൾ നമുക്കൊന്ന് എടുത്ത് നിരീക്ഷിച്ചാൽ ബോധ്യമാകുന്ന ഒരു കാര്യമുണ്ട്. എല്ലാത്തിനും ഒരു സമാനമായ സ്വഭാവമുണ്ട്. കൃത്യമായി അതിൽ വസ്തുതകളെ വളച്ചൊടിച്ച് തനിക്ക് കാശു നൽകുന്ന യജമാനു വേണ്ടി വിടുപണി ചെയ്യുന്ന നാലാംകിട ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ പങ്ക് അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഭീകരവാദിക്ക് കഞ്ഞി വച്ചു കൊടുക്കുന്ന പ്രവർത്തനം നമുക്ക് അതിൽ കാണുവാൻ കഴിയും. എമ്പുരാൻ്റെ കാര്യം എടുത്താൽ ഓരോ കഥാപാത്രങ്ങളും അത്തരം ഒരു വളച്ചൊടിക്കപ്പെടലിന് വിധേയമാക്കിയിട്ടുണ്ട്. ഇസ്ലാമിക ഭീകരവാദികൾ പുറമേ നിന്ന് കത്തിച്ചു കൊന്ന, പുറമേ നിന്ന് നശിപ്പിച്ചു കളഞ്ഞ കർഷകരെ കുറിച്ച് നിങ്ങൾ അതിൽ പറഞ്ഞിട്ടില്ല. അവരുടെ വെന്തു മരിച്ച ജഡത്തെയും അവർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ്, എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് മരണത്തിന് കീഴടങ്ങിയതിനെന്ന് കുറിച്ച് നിങ്ങൾ യാതൊരു തരത്തിലും സംസാരിച്ചിട്ടില്ല. എന്നാൽ അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ നിന്ന ഏതെങ്കിലുമൊക്കെ മനുഷ്യരെ നല്ല രീതിയിൽ വില്ലനായി ചിത്രീകരിക്കുവാനാണ് യാതൊരു കരുണയുമില്ലാതെ നിങ്ങൾ ശ്രമിച്ചത്. അത്തരം മനുഷ്യരെ മുന്നമാരായി ചിത്രീകരിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്. അവരെയൊക്കെ നിങ്ങളുടെ സിനിമകൾക്ക് ശേഷം മുന്നമാരാകാൻ നിങ്ങളുടെ ഭീകരവാദി സുഹൃത്തുക്കൾ ശ്രമിച്ചിട്ടുമുണ്ട്. അവരെയൊക്കെ മുന്നമാരാക്കിക്കൊണ്ട് ആണ് അവരിന്ന് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിൽ ഈ നാട്ടിലെ ദേശീയവാദികൾക്ക് യാതൊരു തരത്തിലുള്ള വിഷമവുമില്ല. കാരണം ഈ ഭാരത രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന കോടാനുകോടി മനുഷ്യരുണ്ട്. നിങ്ങൾ അതിൽ പെടില്ലെങ്കിലും ഇനി ഇവിടെ നിന്ന് ഹിന്ദു വംശഹത്യയ്ക്ക് പേരുകെട്ട വാര്യംകുന്നൻ്റെ കാര്യമെടുത്താൽ അയാളെ ഏറ്റവും മനോഹരമായി ചിത്രീകരിക്കാനാണ് പൃഥ്വിരാജ് ആഗ്രഹിച്ചത്. ആലോചിച്ച് നോക്കൂ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി യാതൊരു ബന്ധമില്ലായിരുന്ന മലബാർ കലാപം ഏറ്റെടുത്ത് ആ കലാപത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ അവതരിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്. എന്തായിരുന്നു ആ സ്വാതന്ത്ര്യ സമരം? ഹിന്ദു വംശഹത്യയായിരുന്നു സ്വാതന്ത്ര്യ സമരം. ഹിന്ദുക്കളെ വംശഹത്യ ചെയ്യുക മാത്രമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളുടെ ഉദ്ദേശം. തുവൂർ കിണറ്റിൽ ശിരസറ്റുപോയ ഹിന്ദുക്കൾ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? അവിടെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട, യാതൊരു തരത്തിലും തങ്ങളുടെ സമ്മതമില്ലാതെ മതം മാറ്റത്തിന് വിധേയമാക്കപ്പെട്ട മനുഷ്യരുടെ കണ്ണീരുണ്ടല്ലോ, അതാണ് നിങ്ങൾ ഭീകരവാദികൾക്കും ഭീകരവാദികൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്ന നിങ്ങളെപ്പോലുള്ളവർക്കും മനസ്സിലാകാതെ പോകുന്നത്. പണത്തിന് വേണ്ടി നിങ്ങൾ എന്തും മാറ്റി എഴുതും. ഒടുവിൽ അതിശക്തമായ എതിർപ്പിന് ഇപ്പോൾ നിങ്ങൾ വശംവദനാകേണ്ടി വന്നു. ഇവിടെ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ മിസ്റ്റർ പൃഥ്വിരാജ് സുകുമാരൻ. എന്താണ് CAA? എന്തിനായിരിക്കും നിങ്ങൾ CAA എതിർത്തത്? ഇവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഭീകരവാദികളുടെ പണം വാങ്ങിക്കൊണ്ട് ഇവിടെ ജീവിക്കുകയല്ല. ഇവിടെ പട്ടിണി പാവങ്ങളുണ്ട്. അവർക്ക് ജീവിക്കണം. അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബംഗ്ലാദേശിൽ നിന്നും വന്ന കുടിയേറ്റ ഭീകരവാദികളെ പിന്തുണയ്ക്കേണ്ട കാര്യം ഈ രാജ്യത്തിനില്ല. അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കേണ്ട ഒരു തരത്തിലുമുള്ള ചുമതല ഈ രാജ്യത്തിലെ ആർക്കും തന്നെയില്ല. അവരുടെ ഭീകരവാദത്തെ പിന്തുണയ്ക്കേണ്ടതിൻ്റെ ഒരു തരത്തിലുള്ള ചുമതലയും ഈ നാട്ടിലെ പൗരന്മാർക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിഭവങ്ങൾ കൊള്ളയടിച്ച് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നില്ല. ഈ രാജ്യത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ഭരണകൂടത്തിന് അത് തോന്നും. അതാണ് അവർ CAA നടപ്പിലാക്കുവാൻ ശ്രമിച്ചത്. ഇത്തരമൊരു ഭീകരവാദ നയങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന എല്ലാവർക്കും ഈ രാജ്യം ചെയ്യുന്നത് എല്ലാം തെറ്റാണ് എന്ന് തോന്നും. പക്ഷേ ദേശീയവാദികൾ എന്നൊന്നുണ്ട്. അവരുടെ എതിർപ്പിന് നിങ്ങൾ വിധേയമാകേണ്ടിയിരുന്നു, വിധേയമായി കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇപ്പോൾ വിലായത്ത് ബുദ്ധ നേരിടുന്ന പരാജയം. കലാമൂല്യമുള്ള സിനിമകൾ കാണാൻ, ഇതിനെ വിജയിപ്പിക്കുവാൻ ഇവിടെ ആളില്ലാത്തത് കൊണ്ടല്ല നിങ്ങളുടെ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ മനുഷ്യർ വരാത്തത്. അവർക്ക് സ്വന്തം അമ്മയിലും അച്ഛനിലും മാതൃഭൂമിയിലും വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഈ മണ്ണിനെ സംരക്ഷിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ ഇന്ത്യൻ പൗരനും നിങ്ങൾ ഈ നടത്തുന്ന ചെയ്തികൾക്കൊപ്പം നിൽക്കാൻ സാധ്യമല്ല.
മിസ്റ്റർ പൃഥ്വിരാജ് സുകുമാരൻ. അതുകൊണ്ട് അവർ നിങ്ങളുടെ സിനിമകൾ ഇനിയും പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും.